ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പരങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. പത്രത്താളുകൾ പീഡന വാർത്തകൾ കൊണ്ട് നിറയുകയാണ്. മുൻപെങ്ങും കേട്ടുകേൾവിയില്ലാത്ത പീഡന വാർത്തകളാണ് നാം ഓരോ ദിവസവും കേൾക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ 90 വയസ്സുള്ള വൃദ്ധ വരെ പീഡനത്തിന് ഇരയാകുന്ന കാഴ്ച നാം നിത്യവും കാണുന്നു. അത്തരത്തിലുള്ള ഒരു നീചമായ സംഭവത്തിൻ്റെ പിന്നാമ്പറ യാഥാർത്ഥ്യങ്ങൾ തേടിയാണ് ഞങ്ങൾ ഇന്ന് യാത്രയാവുന്നത്. ഈ സംഭവത്തിൽ ഇരയായി മാറിയത് 17-കാരി പെൺകുട്ടിയാണ്. പ്രതികളായി മാറിയത് ജന്മം നൽകിയ സ്വന്തം മാതാപിതാക്കളും. സാക്ഷര കേരളത്തെ ഞെട്ടിച്ച ഈ സംഭവം അരങ്ങേറിയിരിക്കുന്നത് ആറ്റിങ്ങലിനടുത്തുള്ള മുരിക്കുംപുഴ എന്ന ഗ്രാമത്തിലാണ്. ഞങ്ങൾ യാത്രയാവുകയാണ് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി. വീട്ടിൽ ഒരു പ്രശ്നവുമില്ല, സന്തോഷകരമായ ഒരു കുടുംബജീവിതം. പിന്നെ എന്താണ് മോഹനന്റെ വീട്ടിൽ സംഭവിച്ചത്? കൂടി നിന്നവർക്ക് ആർക്കും ഒരു ഉത്തരവും ഇല്ലായിരുന്നു. കാഴ്ചക്കാർ പൊടിപ്പും തൊങ്ങലും വെച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. മോഹനന്റെ വീട്ടിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. മുരിക്കുംപുഴ ഗ്രാമം മുഴുവൻ ആ വാർത്ത അലയടിച്ചു. മോഹനന്റെ മകൾ ആത്മഹത്യ ചെയ്തു. കൊച്ചിന് വെറും 17 വയസ്സേ ഉള്ളൂ. ഈ ചെറുപ്രായത്തിൽ അവൾക്ക് എന്ത് സംഭവിച്ചു? ആരോടും നേരെ ചൊവ്വേ അവൾ മിണ്ടുന്നത് പോലുമില്ല. എപ്പോഴും തല കുനിച്ച് ഒറ്റ നടപ്പാണ്. എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം 1-2 വാക്കിൽ ഒതുക്കും. അതാണ് പ്രകൃതം. അപ്പോൾ പിന്നെ ആ കൊച്ച് ആത്മഹത്യ ചെയ്യേണ്ട കാര്യം എന്താണ്? ഓരോരുത്തരും ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ തേടി. അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഞാനിവിടെ സ്പോട്ടിലുണ്ട്. രാവിലെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലെ താരയിൽ ഞാനും എൻ്റെ ഒരു ജ്യേഷ്ഠനുമായിട്ടിരിക്കുമ്പോൾ ഈ കുട്ടി അങ്ങ് പോയി പറങ്ങേണ്ടി കശുമാങ്ങ പറക്കി കൊണ്ടുവരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത് നടന്നു പോയാൽ തറ പോലും അനങ്ങൂല, അങ്ങനത്തെ ഒരു കൊച്ചാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. നമുക്ക് 2 പെമ്മക്കളുള്ള ഞാൻ അയച്ചതാണ്. പിന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ അന്ന് രഘു ഇവിടെ ഇല്ലായിരുന്നു. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വിളി കേട്ട് ഞങ്ങൾ ഓടിച്ചെന്നപ്പോൾ കാണാൻ ഈ കുട്ടിയെ കട്ടിൽ കിടത്തിയിരിക്കുന്നതാണ് കാണുന്നത്. എത്ര മണിയായി കാണും? ഒരു 8:45 9 മണിക്ക് എല്ലാം കാലത്ത് ഒരു 8:45 9 മണി ആകെ ഉള്ളൂ. ഞാൻ ആ സമയത്തും പല്ല് തേച്ചിട്ടില്ല. അതിന് ഞാൻ തന്നെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് കുട്ടി ആശുപത്രി കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോവുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഞാൻ കരിച്ചാറ എൻ്റെ സംഘത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ ആ കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാനങ്ങ് പെട്ടെന്ന് ഒരു ഇതായിപ്പോയി. ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴൊക്കെ ജീവൻ ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ അടക്കം കഴിഞ്ഞ് ആളുകൾ പല വഴിക്ക് പിരിഞ്ഞു. എന്നാലും അവൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? തൊട്ടയൽവാസികൾക്ക് പോലും അതിനുള്ള ഉത്തരം ഉണ്ടായില്ല. അവൾ വീട്ടിലുള്ളപ്പോൾ പോലും അധികം പുറത്തിറങ്ങുന്നത് പോലും വളരെ ചുരുക്കമാണ്. എപ്പോഴും ഈ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടും. അതുകൊണ്ട് അവളുടെ മനോവിഷമങ്ങൾ കൂടുതൽ അറിയാനും ആർക്കും കഴിഞ്ഞില്ല. ഈ കൊച്ചാട് സഹകരിക്കുകയൊന്നുമില്ല, ആരും മിണ്ടയൊന്നും ഇല്ല. പിന്നെ നമ്മളടുത്ത് അങ്ങോട്ടും വരില്ല, അങ്ങോട്ടും പോകില്ല. ഇതേ ഉള്ളൂ. ഞങ്ങൾ ആടിനെ ജോലിക്ക് പോയിട്ട് ആടിനെ കെട്ടിക്കൊണ്ടുവന്നപ്പോഴാണ് ഇവിടെ തള്ള കടന്ന് വിളിക്കാനായിട്ടാണ് നമ്മൾ ചെന്നത്. അതേ ഉള്ളൂ. തൂങ്ങിയിരിക്കണം. അല്ല, തൂങ്ങിനെ അറുത്തിട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ഓടി ചെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ കൊച്ചിനോട് ആശുപത്രിയിൽ പോയി. എന്നാൽ അതേ അറിയാവൂ. അമ്മക്ക് അറിയാൻ പാടില്ല. പറഞ്ഞില്ല, അങ്ങനെ സഹകരിക്കണമെന്നും പോകില്ല. കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയും ജോലിക്ക് പോയ നേരത്താണ് സംഭവം നടന്നത്. അപ്പോൾ സമയം
രാവിലെ 8 മണി കഴിഞ്ഞു കാണും. മോഹനന്റെ വീട്ടിൽ ആളനക്കത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നുമില്ല. വീട്ടിൽ സാധാരണ കാണാറുള്ള പെൺകുട്ടിയെ പുറത്തെങ്ങും കാണുന്നുമില്ല. തൊട്ടയൽവാസി രാധാകൃഷ്ണന് എന്തോ ഒരു അപായ സൂചന മണത്തു. അയാൾ കുട്ടിയുടെ പേര് ചൊല്ലി ഒരുപാട് തവണ വിളിച്ചു. ഒരു മറുപടിയുമില്ല. അയാൾ വാതിൽ ചവിട്ടി തുറന്നു. ആ കാഴ്ച കണ്ട് അയൽവാസികൾ നടുങ്ങിപ്പോയി. 17-കാരി പെൺകുട്ടി തൂങ്ങി നിൽക്കുന്നു. ആ കുട്ടിയെ കണ്ടാലും ആർക്കും സംശയം തോന്നുന്നില്ല. അതാണ് അതിൻ്റെ സത്യം. അതാണ് പോലീസുകാർ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പറഞ്ഞു, സാറേ നമ്മുടെ മുന്നിൽ കൂടെ നടന്നു പോയാൽ സാധാരണ നമ്മൾ നടന്നു പോയവർ ഇലയെങ്കിലും ആണെങ്കിൽ ഇത് അതുപോലുമില്ല ഈ കുട്ടി. അപ്പോൾ പോലീസുകാർ എൻ്റെ അടുത്ത് ചോദിച്ച് ഈ കുട്ടി എന്തെങ്കിലും ചെയ്തതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കറിയില്ല, അച്ഛനും അമ്മയുടെ അടുത്തും ചോദിച്ചാൽ എന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ അവർക്കെല്ലാം ഈ കാര്യം അറിയാമായിരിക്കാം. ഒരു അച്ഛനും അമ്മയ്ക്കും അറിഞ്ഞുകൂടാന്ന് പറയുന്നതിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പോലീസ് അന്വേഷണം തുടങ്ങി. പതിവുള്ള അന്വേഷണം മാത്രം. അച്ഛനും അമ്മയോടും ഉള്ള പിണക്കത്തിൽ അവൾ ആത്മഹത്യ ചെയ്തു. കുട്ടിയുടെ മാതാപിതാക്കളുടെ മറുപടിയും അങ്ങനെ തന്നെയായിരുന്നു. പോലീസ് ആ മറുപടിയിൽ വിശ്വസിച്ചു. ഇത് നമ്മൾ കേസെടുത്തത് തൂങ്ങി മരണം, ഒരു അസ്വാഭാവിക തൂങ്ങി മരണത്തിനാണ് നമ്മൾ കേസെടുത്തത്. അപ്പോൾ അന്ന് ഈ കേസെടുത്തത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ മുഴുവൻ കേസെടുത്തത്. അപ്പോൾ അപ്പോഴൊന്നും ഇവരിങ്ങനെ വേറെ ഒരു സംശയങ്ങളൊന്നും പറഞ്ഞില്ല. കുട്ടി എന്തോ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തയ്യൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്, എന്തോ മനോവിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിനകത്ത് വേറെ എന്തെങ്കിലും ദുരൂഹതയുണ്ടെന്നോ സംശയമുണ്ടെന്നോ അവർക്ക് വേറെ ഒരു സംശയത്തിന് ഇട നൽകാതെയാണ് ഒരു മൊഴി തന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് അത്രത്തോളം ശ്രദ്ധ കൊടുത്തില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. അതിലെ വരികൾ നടുക്കുന്നതായിരുന്നു. പെൺകുട്ടി ഗർഭിണിയായിരുന്നു. ഒരു അബോർഷൻ നടന്നിരിക്കുന്നു. ആ 17-കാരി ഒരമ്മയായിരുന്നു എന്ന സത്യം കേട്ട് ആളുകൾ നടുങ്ങി. പക്ഷേ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മാത്രം നടുങ്ങിയില്ല. അവർക്കെല്ലാം അറിയാമായിരുന്നു. പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിലെ കാരണങ്ങൾ അവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങളായിരുന്നു. അവരിനി നമ്മളെ ഏത് കോടതി കൊണ്ടിട്ട് ശിക്ഷിച്ചാലും ശരി തന്നെയാണ്. ഞാൻ ജനിപ്പിച്ച മകൾക്ക് എന്തെങ്കിലും ഒരു കേട് സംഭവിച്ചാൽ ഞാൻ അറിയാതെ മറ്റൊരാൾ അറിയില്ല. അതാണ് എൻ്റെ സത്യം. അത് മാത്രമല്ല, ഇവരിപ്പോൾ ഇത് ഒളിക്കുന്നതിന് എന്തായാലും അമ്മയും അച്ഛനും അല്ലേ, ജന്മം കൊടുത്ത അമ്മയും അച്ഛനും അല്ലേ. അപ്പോൾ എന്ത് വന്നാലും അത് തരണം ചെയ്ത് ഇവർ ഒളിക്കേണ്ട കാര്യമല്ല. നമ്മളോടൊത്ത് അവർ സഹകരിച്ച് പോയാലും മതിയായിരുന്നല്ലോ ഈ പരിസരത്ത്. പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതുവരെ പീഡന വിവരം ആരും പുറത്തറിഞ്ഞില്ല. മാതാപിതാക്കൾ ഇതൊരു രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തു. ഒരിക്കലും ഈ രഹസ്യം പുറത്താവില്ലെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാതാപിതാക്കളുടെ തിരക്കഥയെല്ലാം പൊളിച്ചു കളഞ്ഞു. കാണാം തുടർന്നുള്ള സംഭവവികാസങ്ങൾ. പെൺകുട്ടി ഗർഭിണിയാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്മേൽ പോലീസ് അന്വേഷണം തുടങ്ങി. പ്രത്യേകിച്ച് പരാതിയോ കേസോ ഇല്ലാത്ത സംഭവത്തിൽ പോലീസ് സ്വമേധയാ കേസന്വേഷണം ആരംഭിച്ചു. പക്ഷെ പെൺകുട്ടിയുടെ വീട്ടുകാർ കേസുമായി ഒരു വിധത്തിലും സഹകരിച്ചില്ല. അവർക്ക് ഈ കേസിൽ ഒരു പരാതിയുമില്ലായിരുന്നു. പോസ്റ്റ്മോർട്ടം പരിശോധന സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉടനെ തന്നെ ഡോക്ടറോട് ഇങ്ങനെ കുറേ സംശയങ്ങൾ നമ്മളോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ കുട്ടി മരണകാരണം തൂങ്ങി മരണം തന്നെയാണ്. കറക്റ്റ് തൂങ്ങി മരണമാണ്. പിന്നെ ഈ ശരീര പരിശോധനയിൽ, കുട്ടിയുടെ യൂട്രസ് പരിശോധനയിൽ ഈ കുട്ടി മുമ്പ് ഇൻ്റർകോഴ്സ് നടന്നിട്ടുള്ളതായിട്ട് ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മളൊരു പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ നമ്മുടെ എല്ലാത്തൊക്കെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഈ കുട്ടി ഒരു മാസത്തിന് മുമ്പ്, അതായത് ഈ വർഷം തന്നെ ജനുവരി അവസാനത്തോടു കൂടി ഈ കുട്ടി കുറച്ച് ഹോസ്പിറ്റലിൽ കിടന്നതായിട്ട് ഒരു വിവരം നമുക്ക് ലഭിച്ചു. അങ്ങനെ ഇതിൻ്റെ രക്ഷിതാക്കളോട് തന്നെ നമുക്ക് ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, വയറുവേദനയായിട്ട്
SIT ഹോസ്പിറ്റൽ ചികിത്സയിലായിരുന്നു എന്ന് പറഞ്ഞു. പെൺകുട്ടിയുമായി ബന്ധമുള്ള ആളുകളെ മുഴുവൻ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു. പക്ഷെ പോലീസിന് ഒരു തുമ്പും ലഭിച്ചില്ല. പക്ഷേ പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിച്ച ആശുപത്രിയിലേക്ക് അന്വേഷണം നീണ്ടതോടെ കാര്യങ്ങൾ എളുപ്പമായി. ഡോക്ടർ കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു. ഈ കുട്ടി 23/1/2017 23-ാം തീയതി അവിടെ ഇങ്ങനെ ഹെവി ബ്ലീഡിംഗ് ആയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അതൊരു ഇൻകംപ്ലീറ്റ് അബോർഷനായിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ ഈ കുട്ടിയോടൊപ്പം ഭർത്താവെന്ന് പറഞ്ഞ രാജേഷ് എന്ന ഭർത്താവും പിന്നെ ഈ കുട്ടിയുടെ ഭർത്താവിൻ്റെ അമ്മ എന്ന ലേഖ എന്ന സ്ത്രീയും പിന്നെ ആരൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോസ്പിറ്റൽ റെക്കോർഡിൽ ഇത് രാജേഷിൻ്റെ അമ്മയായ രാജേഷ് ഭർത്താവെന്നാണ് പറഞ്ഞത്. ഭർത്താവ് രാജേഷിൻ്റെ അമ്മയുടെ പേര് ലേഖ എന്നുകൊണ്ട് രേഖപ്പെടുത്തിയത്. കുട്ടിക്ക് 19 വയസ്സെന്നുമാണ് അവിടെ രജിസ്റ്റർ രേഖപ്പെടുത്തിയത്. അപ്പോൾ 19 വയസ്സുള്ള കുട്ടി ആയതുകൊണ്ടും പിന്നെ രക്ഷിതാക്കളൊക്കെ കൂടെ ഉള്ളതുകൊണ്ടും പിന്നെ ഈ കുട്ടി വന്ന് തന്നെ ഒരു ഹെവി ബ്ലീഡിങ്ങിൻ്റെ അവസ്ഥ ആയതുകൊണ്ട് ഡോക്ടർ അന്നേരം അവരെ പരിശോധിച്ചു, ഒരാഴ്ചയോളം ചികിത്സിച്ചു. ഈ വിവരം പിന്നെ അവിടുത്തെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുക്കുകയും ചെയ്തു. പെൺകുട്ടി ഗർഭിണിയാണെന്ന കാര്യം മാതാപിതാക്കൾ മറച്ചുവെച്ചു. പെൺകുട്ടിയെ പീഡിപ്പിച്ച ആളെ വെളിപ്പെടുത്താനായിരുന്നു അവർക്ക് വിഷമം. അവസാന നിമിഷം വരെ അവർ ആ രഹസ്യം മറച്ചുവെച്ചു. പക്ഷേ പോലീസ് ആ സത്യം തെളിയിച്ചു. പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് കുട്ടിയുടെ മാതാവിന്റെ സഹോദരി ഭർത്താവെന്ന സത്യം പോലീസ് പുറത്തു കൊണ്ടുവന്നു. 3 കുട്ടികളുടെ പിതാവായ രാജേഷാണ് കഥയിലെ വില്ലൻ. ഈ കുട്ടിയുടെ ചിറ്റപ്പനായ ഒരു ചിറ്റപ്പൻ ഇവിടെ സ്ഥിരം വരുമായിരുന്നു എന്നും ഈ കുട്ടിയെ കാണാൻ വരുമായിരുന്നു എന്നും കുട്ടി കൊണ്ട് പുറത്ത് പോകാറുള്ളതായിട്ടും ഇങ്ങനെ ഒരു പലപ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ നല്ല ഒരു ബന്ധമുള്ള വ്യക്തിയായിട്ട് അവിടുന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ അന്വേഷണം നടത്തി. അപ്പോൾ ഇവരെ വിളിച്ച് ചോദിച്ചോ പറഞ്ഞു ഇങ്ങനെ ഈ രാജേഷ് അവരുടെ അനിയത്തിയുടെ ഭർത്താവാണെന്നും ഇവരോട്ട് നല്ല ബന്ധമാണെന്നും ഇവർ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് താമസിക്കാറുണ്ടെന്നും ഇവരവിടെ പോയി താമസിക്കാറുണ്ടെന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മൾ പല സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ ഈ രാജേഷിനോടൊപ്പം പലരും ഈ കുട്ടിയെ കണ്ടതായിട്ടും അവൻ്റെ മറ്റൊരു ബന്ധമുള്ളതായിട്ട് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞു. പെൺകുട്ടിയെ ബന്ധുവായ രാജേഷ് നിരന്തരം പീഡിപ്പിച്ചു. മാതാപിതാക്കൾ കൂലിപ്പണിക്ക് പോകുന്ന സമയത്താണ് ഇയാൾ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡനത്തിനിരയാക്കിയത്. പെൺകുട്ടിയെ ഗർഭിണിയാണെന്ന സത്യം പുറത്തു വന്നതോടെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. പിന്നീട് നടന്നതെല്ലാം കുട്ടിയുടെ മാതാപിതാക്കളുടെ തിരക്കഥകളായിരുന്നു. സ്ത്രീ എന്തൊക്കെ വിളിക്കും നമുക്ക് മനസ്സിലായി. അവർ അനിയത്തി ആയതുകൊണ്ടായിരിക്കാം, നാണക്കേട് ഉണ്ടാക്കിയായിരിക്കാം, എന്തായാലും ഇവരിത് തുറന്നു പറയാൻ തയ്യാറായില്ല. എന്നാൽ ഈ കുട്ടി അച്ഛൻ ഇത്രയൊക്കെ ആയപ്പോഴേക്കും പുള്ളിക്കാരൻ ഏറെക്കുറെയൊക്കെ ഒരു സത്യം തുറന്നു പറഞ്ഞ അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അയാൾ തന്നെ ആ സ്ത്രീയോട് പറഞ്ഞു, എടി ഇനി നമുക്കങ്ങ് പറയാം, ഇനി പൊളിച്ച് വെച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞ് ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇവനുമായിട്ടൊക്കെ അടുപ്പമുള്ളതായിട്ടും ഒക്കെ കാര്യങ്ങൾ ഈ കുട്ടിയുടെ മരണപ്പെട്ട കുട്ടിയുടെ അച്ഛൻ പറയുകയുണ്ടായി. അങ്ങനെ ഇപ്പം നമുക്ക് ഏറെക്കുറെ കാര്യം വ്യക്തമായി ശ്രദ്ധിക്കുകയാണ്. ഈ രാജേഷിൻ്റെ വീട്ടിൽ പോയി പുള്ളിയെ കൂട്ടിക്കൊണ്ടുവന്നു. ആദ്യം പുള്ളി സമ്മതിച്ചില്ല. പിന്നെ പുള്ളി കുറച്ചുകൂടി സമ്മതിച്ചപ്പോഴാണ് നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തി ബാക്കി നടപടികളിലേക്ക് പോയത്. ഒരാളുടെയും ശ്രദ്ധയിൽപ്പെടാതെ മാതാപിതാക്കൾ കാര്യങ്ങൾ ഭംഗിയായി നടത്തി. പെൺകുട്ടിയുടെ ഗർഭം സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി അലസിപ്പിച്ച് രാജേഷിനെ രക്ഷപ്പെടുത്തി. പക്ഷെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതോടെ തിരക്കഥ എല്ലാം പൊളിഞ്ഞു. പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് ഗർഭിണിയാണെന്ന വിവരം മാതാപിതാക്കൾക്ക് മാത്രമാണ് അറിവുണ്ടായിരുന്നത്. മാനഹാനി ഭയന്ന് അവർ ഈ വിവരം ആരോടും പറഞ്ഞില്ല. പിന്നീട് നടന്നത് അവർ രചിച്ച തിരക്കഥകളായിരുന്നു.
പക്ഷേ ഈ സംഭവത്തിൽ മാതാപിതാക്കൾ പ്രതികളാകുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ഈ ഓലപ്പുരയിലാണ് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത്. ചുറ്റും ജനനിബിഡമായ പ്രദേശത്ത് ഈ വീട്ടിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ പുറം ലോകം ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അറിയിക്കേണ്ടവർ കാര്യങ്ങളെല്ലാം മറച്ചുവെക്കുകയും ചെയ്തു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മാതാപിതാക്കളാണ് ഈ കേസിലെ മുഖ്യ പ്രതികൾ. എൻ്റെ ഒരു നിഗമനം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പ്ലാൻഡ് ഒരു ക്രൈം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ പീഡന വിവരം യഥാർത്ഥത്തിൽ രക്ഷകർത്താക്കൾ പോലീസിനെ അറിയിക്കേണ്ടതാണ്. 1. 2, ഈ പോലീസ് അധികാരികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി അബോർഷന് വിധേയമായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി അബോർഷന് വിധേയമായി എങ്കിൽ സ്വാഭാവികമായിട്ടും ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കേണ്ടതാണ്. അവർ തെറ്റിദ്ധരിപ്പിച്ചായാലും എന്ത് രീതിയിലായാലും ശരി. കാരണം പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടി ഗർഭിണിയായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമവിധേയമായിട്ടുള്ള ഒരു വിവാഹമല്ല നടന്നത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആശുപത്രി അധികൃതർ വീട്ടുകാരെ അറിയിച്ചില്ല എങ്കിൽ പോലും അവർ രഹസ്യമായിട്ട് പോലീസിനെ വിവരം അറിയിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രതികളുടെ ലിസ്റ്റിൽ ഒരു പക്ഷേ ഇത് ചെയ്ത ഡോക്ടറോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരോ വേണമെങ്കിൽ പ്രതിക്കൂട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ക്യാമറ കണ്ണുകളിൽ നിന്നും ഓടി ഒളിച്ചു. ഒരു വിധത്തിലും അവർ ഞങ്ങൾക്ക് പിടിതന്നില്ല. എന്തൊക്കെയോ മറച്ചു വയ്ക്കാനുള്ള ശ്രമമായിരുന്നു അവരിൽ കണ്ടത്. ഇവർ ഒളിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവരിലും എന്തോ അന്തരംഗമുണ്ട്. അതേ എനിക്ക് പറയാനുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഇപ്പോൾ എൻ്റെ മകൾ തന്നെ എന്തെങ്കിലും ഒരു ദുരൂഹത സംഭവിച്ചാൽ ഞാൻ അതിനെ തരണം ചെയ്ത് പോകുകയല്ലാതെ ഞാൻ ഒളിവിലോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ പോകേണ്ട കാര്യമില്ല. പീഡന വാർത്തകൾ നിറഞ്ഞ ഈ ലോകത്തിൽ ഇനി ഈ സംഭവം കൂടി. മാതാപിതാക്കളുടെ അനുവാദത്തോടെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. പ്രതിയെ രക്ഷിക്കാൻ അവർ ആവുന്നത്ര ശ്രമിച്ചു. പക്ഷേ പോലീസിന്റെ അന്വേഷണ മികവിൽ പ്രതികൾ പിടിക്കപ്പെട്ടു. അധികം ഒരു പരസ്യം കൊടുക്കാതിരുന്നതുകൊണ്ട് മറ്റ് പത്രക്കാർ പോലും അധികം ആദ്യം അറിഞ്ഞില്ല. അത് നമുക്ക് വളരെ സഹായമായെന്ന് പറയാം. കാരണം അല്ലെങ്കിൽ ഒരുപാട് ഈ കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ രാജേഷ് ഇവിടുന്ന് മുങ്ങിപ്പോയേനെ. അപ്പം ഇങ്ങനെ അവനെ ആരും സംശയിക്കാത്തതുകൊണ്ടും ഇങ്ങനെ ഒരു കേസിലേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ് നമുക്ക് ഈ പ്രതികളെ പിടികൂടാനും കഴിഞ്ഞത്. രാജേഷിന്റെ പീഡനവും ഭീഷണിയും സഹിക്കാൻ കഴിയാതെയാണ് പെൺകുട്ടി ജീവനൊടുക്കിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഒടുവിൽ വാദികളില്ലാത്ത കേസിന് തുമ്പുണ്ടായി. പോലീസിന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. പീഡന സംഭവങ്ങളുടെ ഞെട്ടിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് നാം ഓരോ ദിവസവും ഉണരുന്നത്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന ക്രമത്തിൽ പീഡന സംഭവങ്ങൾ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം കേസുകളിൽ അകപ്പെടുന്ന പ്രതികൾക്ക് മതിയായ ശിക്ഷ ലഭിക്കുന്നില്ല എന്ന ഒറ്റ കാരണത്താലാണ് ഇത്തരം പീഡന സംഭവങ്ങൾ വർദ്ധിക്കുന്നത്. അതിനാൽ നിയമ വിദഗ്ധരുടെയും കോടതികളുടെയും ഭാഗത്തു നിന്നും വ്യക്തമായ ഒരു പരിഹാരം ഉണ്ടാകണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പറങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ.